നടപടി. അത് യെശയ്യായുടെ പുസ്തകമാണ്. 1:18 വരണതാണ്. അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അന്ന് ആ ഭാഗം ഒന്ന് വായിച്ച്. യെശയ്യാ 1:19. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പം ദൈവവചനത്തോട് അനുസരിച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഉടമ്പടിയായി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു അമ്മ ശരിക്കും ഓപ്പൺ ചെയ്ത് തരണമുണ്ടല്ലോ. അപ്പം പിന്നെ നമ്മൾ അതനുസരിച്ച് മൂവ് ചെയ്ത് പോവുകയാണ്. ഇപ്പം ഞങ്ങളിതുപോലെ ആൾക്കാർ വന്ന് ഉടമ്പടി ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ അകത്ത് പാപങ്ങളുണ്ട്. പാപങ്ങൾ വെറുത്ത് ഉപേക്ഷിച്ചിട്ട് ആൾക്കാർ നിയോഗങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ലളിതമായൊരു ഉടമ്പടിയാണ് 2016 അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ്, പുതിയൊരു പ്രാർത്ഥനാക്രമം വന്നപ്പോൾ പലയിടത്തും ചോദ്യങ്ങളുണ്ടായി. എന്താണിത്, എവിടെ നിന്നാണിത്, എങ്ങനെയാണിത്, ബൈബിള് വിരുദ്ധമാണോ, ദൈവശാസ്ത്ര വിരുദ്ധമാണോ എന്നൊക്കെ സഭയുടെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി, മെത്രാനച്ചന്മാർക്കെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് എഴുതണമല്ലോ എന്ന് എഴുതി. അങ്ങനെ എഴുതി 72 മണിക്കൂർ എഴുതിയ 170 പേജുകൾ 72 മണിക്കൂർ കൊണ്ട് എഴുതിയതാണിത്. ആ എഴുതിയതിൻ്റെ കൂട്ടത്തിലാണ് ഇതെല്ലാം വരണം. ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി ഇങ്ങനെ ഓരോ സാധനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ സുവിശേഷ പശ്ചാത്തലങ്ങളും ഇങ്ങനെ എല്ലാം എഴുതുകയാണ്. അത് ദൈവം ഇങ്ങനെ എല്ലാ നിമിഷങ്ങളും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു ഓരോ സംഭവം. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് മാറുകയാണ്. അപ്പോഴാണ് പ്രയോഗവിധികൾ വരണത്. പ്രയോഗവിധികൾ ഇപ്പോൾ നമുക്ക് പ്രഖ്യാപനങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ പ്രയോഗവിധികളില്ല. പ്രയോഗവിധികളെന്ന് പറയുന്നത് സഭയിൽ കുറവാണ്. സഭയിൽ പ്രയോഗവിധികൾ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പെസകാവ് വലിയ ശനിയാഴ്ച നമുക്ക് പണ്ട് ആനാമ്പെള്ളം തരത്തില്ല, പുത്തൻവെള്ളം തരികയില്ലേ. ഇപ്പോൾ പുത്തൻവെള്ളം ആൾക്കാർ ഉപയോഗിക്കണില്ലല്ലോ ആദ്യം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയോഗവിധികളെക്കുറിച്ച് പിന്നീട് വന്ന അച്ഛന്മാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റാതെ വന്ന്. പുത്തൻവെള്ളത്തിൻ്റെ ഗുണമെന്ന് പണ്ടൊരു കുരുത്തോലയും കെട്ടി കുത്തൻവെള്ളം തളിച്ചാൽ അവിടെ നിൽക്കുക, അത് പിശാചായാലും. കാര്യം എന്താണ്? നമ്മുടെ അപ്പന്മാർക്ക് അറിയാമായിരുന്നു വിശ്വാസ പ്രമാണത്തിൻ്റെ പവർ എന്താണെന്ന്, പുത്തൻവെള്ളം എന്താണെന്ന് അറിയാമായിരുന്നു. പിന്നീട് വന്ന ഈ തിയോളജിയും ബൈബിളുമൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാർക്ക് ഈ ആ പുസ്തകത്തിലുള്ള പശുവാണ്, അത് പുല്ല് തിന്നത്തില്ല. മിക്കവാറും പുല്ല് തിന്നുന്ന പശു ചത്തുപോയി. കാര്യം പാരമ്പര്യം അറിയത്തില്ല. സഭയെ അനുഷ്ഠിച്ച് പോകുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഒരു മരുന്നെടുത്താൽ പോലും അമ്മമാർ വിശ്വപ്രമാണം ചൊല്ലി 3 കുരിശിനകത്തിടും. ഇപ്പോഴത്തെ അമ്മമാരിടുവാന്ന് നമുക്കറിയത്തില്ല. പഴയ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നല്ല കാര്യം, കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പുറത്ത് കുരിശിട്ടിട്ട് മാത്രമേ മരുന്ന് കൊടുക്കത്തുള്ളൂ. കാര്യം അത് പാരമ്പര്യമാണ്. അത് അനുഷ്ഠിച്ചിരുന്ന ഒരു കാലവും ആ ഒരു തലമുറയൊക്കെ മണ്ണടിഞ്ഞു പോയി. സഭയുടെ അകത്തും പുറത്തും ഈ മണ്ണടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പാരമ്പര്യം, ആവശ്യമില്ലാത്ത പാരമ്പര്യത്തെക്കുറിച്ച് കോയ്മ നടിക്കാൻ വേണ്ടി കൊട്ടിഘോഷിക്കണമെന്നല്ലാതെ ദൈവികമായ അനുഭവ വിശ്വാസ തലങ്ങളെ കൈമാറുന്ന പാരമ്പര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് സമുദായ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള കൊട്ടിഘോഷങ്ങൾ ആണിപ്പോൾ നടക്കുന്നത്. മറിച്ച് വേണ്ടത് വിശ്വാസ പാരമ്പര്യങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് ആ ഒരു തലമുറ മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത് പ്രയോഗവിധികളുടെ ഒരു കാലമായിരുന്നു. എന്തും ദൈവത്തെ പ്രയോഗിക്കും. പുത്തൻവെള്ളമാണെങ്കിലും എന്ത് വിഷയമായാലും അതുകൊണ്ട് തളിക്കും. അതാണ് പ്രയോഗമെന്ന് പറയണത്. അപ്പോൾ ഈ ഉടമ്പടി വന്നപ്പോൾ വീണ്ടും പ്രയോഗവിധികൾ തിരിച്ചു വന്ന്. ഉപ്പ്, ഉടമ്പടി തൈലം, അല്ലേ, ഉടമ്പടി കാശ്രൂപം, എന്തെല്ലാം പ്രയോഗവിധികളാണ്. അത് വിശ്വാസത്തിൻ്റെ തന്നെ വേറൊരു എക്സ്പ്രഷനാണത് പ്രയോഗവിധികളെന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തത് പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഘോഷണം, അല്ലെങ്കിൽ മൂന്നാമത്തത് പ്രയോഗം.
അപ്പോൾ ഉടമ്പടിയിൽ ഇതെല്ലാം സമൃദ്ധമായി. അതാണ് ഉടമ്പടി സമ്പൂർണ്ണമായ ഒരു ആധ്യാത്മിക ജീവിത രീതിയായിട്ട് ഉയർന്നു വരുന്നതിൻ്റെ കാരണം. വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യം എന്ന് പറയുമ്പോൾ അവരുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല സാക്ഷ്യം. അതായത് നിഷ രാജ എന്നും പറഞ്ഞ് അവർ ഗുജറാത്തിൽ താമസിക്കുകയാണ് വർഷങ്ങളായിട്ട്. രാജ അഗസ്റ്റിൻ, നിഷ രാജ, ഇവർ ഗുജറാത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. 20 വർഷമായിട്ട്. അപ്പം ഇവർ അവസാനത്തെ ചികിത്സ അമൃതയിലാണ്. അമൃതയിലെ ചികിത്സയും കഴിഞ്ഞിട്ട് അമൃത ഇവർക്ക് അതുകൊണ്ട് ശരിയാകഴിഞ്ഞിട്ട് അഹമ്മദാബാദിലെ ഏറ്റവും ടോപ്പ് ആശുപത്രിയിലെ 1-ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് ഇവർ പോവും. അത് അമൃതയിൽ നിന്ന് ഇവരെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യണതാണ്. അഹമ്മദാബാദിലെ 1-ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അവരിവരെ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ അവരുടെ ഈ 20ാമത്തെ കൊല്ലം അങ്ങേരുടെ ചികിത്സയായിട്ട് ഇവിടെ മക്കളില്ല. പിന്നെ അവർ ചികിത്സ നിർത്തി. ചികിത്സ നിർത്തുമ്പോൾ എന്താണ്, 22 ഡോക്ടർമാരുടെ ഫയലാണ് ഇരിക്കണ കയ്യിൽ. ഇത്രയും നാളിനുള്ളിൽ ഇതിനുള്ളിൽ ഒരു പ്രാവശ്യം കുഞ്ഞിനെ 9 മാസം കുഞ്ഞിനെ 9 മാസമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് വരെ, പക്ഷേ ചത്ത് കിടക്കിയിരുന്നു കൊച്ച്, ചത്താണ് പ്രസവിച്ചത്. പിന്നെ മിസ്കാരേജ് ഉണ്ടായി, 6 പ്രാവശ്യം അബോർഷനായി. കുഞ്ഞുണ്ടാകും, 1-ാം മാസമോ 2-ാം മാസമോ അബോർട്ടായി പോകും. പിന്നെ IVF, അങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് മുടക്കണത് ഇങ്ങനെ. എന്നിട്ട് എന്തോ ഒരു എത്ര കാലം ആശുപത്രി കിടപ്പാണ് ഒരു കുഞ്ഞിന് വേണ്ടി, എത്ര കാലത്തെ ആശുപത്രി കിടപ്പാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരിതിന് വേണ്ടി മുടക്കണത്. മുടക്കി 22 ഡോക്ടേഴ്സിൻ്റെ ഫയലാണ് അവിടെ കയ്യിലിരിക്കുന്നത്. ഒരു പെട്ടി ഫയലാണ് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഒരു വൈദ്യശാസ്ത്രം മുടക്കിയിരിക്കുന്നത്. ഒടുവിലെല്ലാം പരാജയപ്പെട്ട് ഒടുവിൽ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കണത്, ഒരു ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അവിടെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്, ഇവർ ഇവിടെ വരുമ്പോൾ, മക്കളില്ലാത്തവർ ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ വിദേശത്ത് യാത്ര ചെയ്ത് പോകണമെങ്കിൽ കൃപാസനത്തിൽ അമ്മ തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ചെയ്യണത്. നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സ്പർശം ഉണ്ടാവട്ടെ. നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. അങ്ങനെ തുടങ്ങുന്നൊരു പ്രാർത്ഥനയാണത്. അപ്പോൾ അതെല്ലാം ബ്ലോക്ക് ചെയ്താൽ വരാനുള്ള തകർച്ചകളെ വരെ ബ്ലോക്ക് ചെയ്താൽ പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്കൊരു പ്രാർത്ഥന ഉണ്ട്. മക്കളില്ലാത്തവരുടെ പ്രാർത്ഥന, നിങ്ങളുടെ രക്തത്തിൽ പറയുന്ന കുഞ്ഞുമായ കൃപാസന അൾത്താരെ, എൻ്റെ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയായ കൃപാസന അൾത്താരെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തെ നിൻ്റെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുമായ അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുവദിക്കട്ടെ. അതാണ് പ്രാർത്ഥന. അതെല്ലാവർക്കും കൊടുക്കണം. അത് ഞാൻ എഴുതിയുണ്ടാക്കിയത്, ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയതല്ല. അതിങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് തരും ഓരോ പ്രാർത്ഥനകൾ. അതിപ്പോൾ അതെല്ലാം ഓരോ പ്രാർത്ഥനയായിരിക്കും. അതൊന്നും പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രാർത്ഥന അല്ലത്. അൾത്താരയിൽ അഭിഷേക വിധി പ്രകാരം ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവം നൽകുന്ന പ്രത്യേക പ്രാർത്ഥന. പക്ഷേ അത് ഇവർക്ക് അഭിഷേകമായി. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഈ പുണ്യഭൂമിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുത്തമ്പേലിക്കര പഞ്ചായത്തിൽ നിന്ന് കീഴ്പ്പാടം ഇടവകയിൽ നിന്ന് വരുന്നു. മോളി ജോസ് പേര്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. 3 മാസം അവൾ ഇവിടുന്ന് പോയിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞു. ജോലിയില്ലാതെ 3 മാസം കുത്തിയിരുന്നു. ആകെ മനുഷ്യന് വിഷമമായി. അപ്പം മോൻ വിളിച്ചു പറഞ്ഞ്, അമ്മ അവൾക്ക് ഭയങ്കര വിഷമമായി, ജോലിയൊന്നും കിട്ടണില്ല, അമ്മ നല്ലോണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മോൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു.
വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലേക്ക് കടന്നപ്പോൾ മാതാവ് ചുമരുമ്മ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാര്യങ്ങളൊക്കെ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. ഇനി എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവ് നോക്കിക്കോളും ഞാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോൻ വിളിച്ചു പറഞ്ഞു, അമ്മ അവൾക്ക് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, അമ്മ നല്ലോണം പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞ് ഞാൻ തിരികെ എത്തിച്ചുകൊണ്ടിരുന്ന്. ആ സമയം മോൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് തിരികെ എത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ ജോലി കിട്ടിയത് 2 മണിക്കൂർ അകലം പോയിട്ട് വേണം ജോലി ചെയ്തുകൊണ്ട് വരാൻ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ പറഞ്ഞ്, മോൻ പ്രാർത്ഥിക്ക്, ഇതിൽ അടുത്ത് ജോലി നല്ലത് ശരിയാക്കി മാതാവ് തരും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തിരികെ മോൻ വിളിച്ചു, അമ്മയെ വേറൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അവൾ അതിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അമ്മ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അന്നും ആ സമയം വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ തിരികെ എത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് അതും പാസ്സായി. അതിന് അരമണിക്കൂർ അകലെയാണ് കിട്ടിയത്. അപ്പോൾ അത് കാരണം ആ ജോലി ചെയ്തു, അതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ, എനിക്ക് 6 കാര്യം ഞാൻ വെച്ചിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. എനിക്ക് 19 കൊല്ലമായി ശ്വാസം മുട്ടായിരുന്നു. മോൻ പോയപ്പോൾ ഇതിനൊക്കെ വലിക്കാനുള്ള മിഷീനൊക്കെ മേടിച്ച് വെച്ചുകൊണ്ട് പോയി. പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ എനിക്ക് ആ രോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കാല് ഭയങ്കര മരയപ്പും കൈയൊക്കെ ഇതാർന്ന് പിരിഞ്ഞിങ്ങനെ പോണ മാതിരിയാർന്ന്. ഒരാൾ വന്ന് പിടിക്കണം അത് മാറണമെങ്കിൽ. ആ രോഗവും മാതാവ് എനിക്ക് മാറ്റി തന്ന്. അങ്ങനെ 3 കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്ന്. പിന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് മോൻ പോയത്. കുറച്ചൊന്നും അല്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് അവൻ ജോലി ചെയ്ത് അതെല്ലാം വീട്ടാനൊക്കെ മാതാവ് കുറേയൊക്കെ സാധിച്ചു തന്നു. ഇനിയും മാതാവ് അത് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മോക്ക് വിസ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഒക്ടോബർ 2021 സ്റ്റുഡൻറ്റ് വിസയിലാണ് UK പോയത്. വാവേനെ കൊണ്ടുപോയിണ്ടായിരുന്നില്ല. 2.5 വയസ്സുള്ളപ്പോൾ ഞാനിവിടുന്ന് പോയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാവേനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. വിസ കിട്ടിയ ശേഷം കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം. 2021 പോയി, 22 മാറി, 23 24 വർഷങ്ങൾ കടന്നു പോന്നു. വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നില്ല. ഞാൻ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂവിലെല്ലാം വിസ കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. എന്താണ് കാരണം എന്നൊന്നും എനിക്കറിയില്ല. പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പിന്നെ പ്രാർത്ഥിക്കാൻ നിർത്തി. എനിക്ക് നിരാശ വന്നു. കൊച്ചിനെ കാണാൻ പറ്റാത്തതിൽ നിർത്തി പോന്നാലോ എന്ന് വരെ വിചാരിച്ചു. വീട്ടുകാരും എല്ലാവരും ചോദിച്ചു, നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണോ UK പോയേക്കുന്നത്, കൊച്ചിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന്. അവർക്ക് ആ ചോദിക്കുമ്പോൾ സന്തോഷം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും നിർത്തി പോന്നാ മതി എന്നുള്ള സങ്കടമായിരുന്നു. അതിനുശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ച് UK നിയമം മാറുന്നതനുസരിച്ച് നമ്മൾ പേപ്പർ കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസം ഡിപ്പെൻഡൻ്റ് വിസ നിർത്തി കഴിഞ്ഞു. പിന്നെ 1 വർഷം കൂടി കഴിഞ്ഞു, ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. അത് കഴിഞ്ഞ് വിസ സാലറി ത്രഷോൾഡ് കൂട്ടണേന് മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ അടിച്ച് കിട്ടി. 2025 ജൂലൈ 28 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അമ്മ സ്വപ്നം കണ്ട പോലെ ഞങ്ങൾക്ക് വിസ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ 4.5 വർഷത്തിന് ശേഷം ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ വന്നു. ഞങ്ങളിപ്പോൾ UK പോകാനായിട്ട് കൊച്ചിൻ്റെ പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ സാധിച്ചതിലും നാട്ടിൽ വരാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് ദൈവം നൽകിയ മാതാവ് നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം നാട്ടിൽ വരുന്നതിന് മുമ്പ് അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങളുടെ വീടിൻ്റെ ആധാരം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ എന്ന് നാട്ടിൽ വരണോ അതിന് തൊട്ട് മുമ്പ് എനിക്ക് അപ്പനമ്മയ്ക്കും ആധാരം തിരിച്ചു കൊടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ കൃപാകടാശത്തിൽ ഞങ്ങൾ വരണേന് 1 മാസം 1.5 മാസം മുമ്പ് ഞങ്ങളുടെ അപ്പനമ്മയ്ക്കും ആ പേപ്പർ അവരുടെ അലമാരി കൊണ്ടുവന്ന് വയ്ക്കാൻ സാധിച്ചു. ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത് 2021 സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് ആ സമയത്ത് കെയർ വിസയ്ക്ക് ഡിപ്പെൻഡൻ്റ് അലൗഡ് ആയിരുന്നു. കെയർ ഡിപ്പെൻഡൻ്റ് അലൗഡ് ആവുന്ന സമയത്ത് മാർച്ച് 10 ഞങ്ങൾ വിസയ്ക്ക് പേപ്പർ വെച്ചു. അതുവരെ അവർ വിസ തരാമെന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ചു. അന്ന് രാത്രി 12 മണിയായപ്പോൾ അവർ പറഞ്ഞു വിസ തരാൻ പറ്റൂല, നിയമം മാറിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ കിട്ടാൻ ലേറ്റ് ആയത്. അത് കഴിഞ്ഞ് വീണ്ടും വിസയ്ക്ക് വെച്ചു. വീണ്ടും പറഞ്ഞു ഡിപ്പെൻഡൻറ്റ് അലൗഡ് അല്ല, നാട്ടിൽ നിന്നുള്ള ഓവർസീസിന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയൊരു വിസ കിട്ടിയത്. ഞങ്ങൾ വിസ തീരാനായിട്ട് ഓഗസ്റ്റ് 3 2025 3 വിസ തീരും. വിസ തീരണേന് ഒരു 5 ദിവസം മുമ്പാണ് ഞങ്ങളുടെ വിസയുടെ ഇങ്ങനെ ഒരു വിസയുണ്ട്, നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് ഒരു ചേട്ടൻ വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വിസ എടുക്കാൻ തീരുമാനിച്ചത്. വിസ കിട്ടുമോ കിട്ടില്ലെന്നൊന്നും ആ ചേട്ടൻ ഉറപ്പ് പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊച്ചിനെ കൊണ്ടുവരണം, വീട്ടിൽ പോകണം എന്നുള്ള ഒറ്റ ഇതിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. വിസയുടെ പേപ്പർ വയ്ക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, ഡേറ്റ് ഓഫ് ബർത്തിന് ഡേറ്റ് തെറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ ആരോ പറഞ്ഞ പോലെ തോന്നി ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യാൻ. ആ സമയത്ത് ചെക്ക് ചെയ്തു. രൂപക്കൂടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ഒരു ചേട്ടൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണേ. 1-2 മിനിറ്റുകൾക്കുള്ളിൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല, UK വിടണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന സമയത്ത് 3 മിനിറ്റിൽ മാതാവ് എങ്ങനെയാണ് എവിടെ നിന്നാ എന്നൊന്നറിയില്ല ആ ഫോം വീണ്ടും ഫില്ല് ചെയ്ത് എനിക്ക് വിസ അപ്രൂവ് ആയിട്ട് കിട്ടി. ഓഗസ്റ്റ് 3 വിസ തീരണം. ഞാൻ ഓഗസ്റ്റ് 2 എനിക്ക് വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. ഞാൻ ദൈവത്തിന് എന്തോരം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു. പക്ഷേ ഞാൻ വിസ അടിച്ചു, എൻ്റെ കൊച്ചിന് സന്തോഷമായി. മമ്മി ഞാൻ വരുമല്ലോ, മമ്മി വിഷമിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്നും എത്രത്തോളം കരുതിയെന്നും എനിക്ക് അപ്പം മനസ്സിലായി. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. ദൈവം അതോട് എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരിങ്ങനെ വിസയില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവരോടെല്ലാവരോടും ഞാൻ പറയാറുണ്ട്, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് നല്ലൊരു വഴി തരും, വാവേനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ദൈവം എനിക്ക് നൽകിയതുപോലെ അവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യണത് ഇവിടുന്ന് 3 കെട്ട് പേപ്പർ ഞാൻ മേടിച്ചുകൊണ്ട് പോകും. കുറച്ചൊക്കെ ഞാൻ പള്ളികളിൽ കൊണ്ടുപോയി കൊടുക്കും. ബാക്കിയൊക്കെ ഞാൻ ഓരോ വീടുകളും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് ഈ പേപ്പർ മുഴുവനും തീരാണ്ട് ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ കയറില്ല. അങ്ങനെ ചെയ്യാറ് പതിവ്. പിന്നെ ദിവസം ഞാൻ പള്ളിയിൽ പോവും. പിന്നെ ഗവൺമെൻറ് ആസ്പത്രികളിലൊക്കെ പോയി രോഗികളെയൊക്കെ കാണും. തീരെ അവശതയായി കിടക്കുന്നവർക്ക് ഞാൻ പൈസ കൊണ്ടുപോയിട്ടുണ്ടാവും. കുറച്ച് എൻ്റെ എളിയ സഹായം ഞാൻ അവർക്കൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാൻസർ രോഗികളുണ്ടെന്ന് അങ്ങനെ എനിക്ക് അറിവ് കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ഞാൻ മോനെ വിളിച്ചു പറയും, എടാ ഇന്ന ചേച്ചിക്ക് പാടില്ല, നമുക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ മോനെ അയച്ചു തരും. അപ്പോൾ അത് ഞാൻ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ആരെങ്കിലും ഈ മൊബൈലിലൊക്കെ അയക്കും ഇങ്ങനെ വയ്യാത്ത രോഗികൾക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന്. അപ്പം ഞാൻ എളിയ സഹായങ്ങൾ ഞാൻ അതിനകത്തേക്ക് ആ നമ്പറിൽ അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തനം ഇതൊക്കെ ചെയ്യണത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശിശിര ഫിലിപ്പ്. ഇതെൻ്റെ മോള് സേറ സിസ്ലി, ഇതെൻ്റെ മോൻ എറിക് ജോസഫ് സിറിയക്, ഇതെൻ്റെ മമ്മി. ഇന്ന് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിനും അതിനായിട്ട് അനുഗ്രഹിച്ച മാതാവിനും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ച് ഞങ്ങൾക്കിങ്ങോട്ട് വരാൻ അവസരം തന്നതിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനൊരു പീഡിയാട്രിക് ഡോക്ടറാണ്, പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റും കൂടെയാണ്. ക്രിട്ടിക്കൽ കെയർ ICUവിലുള്ള കുട്ടികളെ നോക്കുന്ന ഡോക്ടറാണ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇത് എനിക്ക് മകനെ കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ്. എനിക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. പക്ഷേ അതൊരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊന്നും ഞാൻ എടുക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ മോൾ എനിക്കൊരു മിറക്കിൾ ബേബി തന്നെയാണ്, പ്രാർത്ഥിച്ചുണ്ടായൊരു മോളാണ്. എനിക്ക് മോൾക്കൊരു സിബ്ലിംഗ് ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ 4 വർഷം പ്രാർത്ഥിച്ചു. പക്ഷേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ബിക്കോസ് എനിക്ക് മാതാവായിട്ട് ഈശോയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം
ഭാഗമായിട്ട് ഞാനൊരു ഉടമ്പടി എടുത്തു 27 ജൂലൈ 2023. ഉടമ്പടി എടുത്തു. പക്ഷേ എൻ്റെ ഉടമ്പടിയിൽ ഉള്ള ദിവസങ്ങളിലും ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും പോസിറ്റീവ് ഒന്നും ആയില്ല. പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഉടമ്പടിയിലൂടെ ജീവിക്കാം, അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 2024 ആയപ്പോഴും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഒത്തിരി വാർത്തകൾ അടുത്തടുത്തായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനും ഓരോ പാരൻസ് ആണെങ്കിലും കുട്ടികളെ കൊല്ലുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, അങ്ങനത്തെ വാർത്തകൾ എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന് പുറമെ ഞാൻ മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാതാവ് അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ജൂൺ 24, 2024 ഞാൻ എൻ്റെ ഫസ്റ്റ് UPT ടെസ്റ്റ് ചെയ്തു. ഞാൻ ചെയ്യുന്നതിന് മുൻപേ ഇപ്പോൾ ലോജിക്കലായിട്ട് ആർക്കും തോന്നത്തില്ല, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ തൈലം പുരട്ടിയതിന് ശേഷമാണ് എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തത്. എനിക്ക് പോസിറ്റീവായിരുന്നു. അന്ന് വല്ലാർപാടത്തമ്മയുടെ തിരുനാൾ ദിവസമായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം മാതാവ് തരുന്നതാണെങ്കിൽ എനിക്ക് അന്ന് പോസിറ്റീവായി കിട്ടും. അങ്ങനെ എനിക്കെൻ്റെ മോനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. പിന്നെ എല്ലാ സ്കാൻസിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയും ഡോക്ടർ. കാരണം ഞാൻ ഇപ്പോൾ എനിക്ക് 36 ഇയേഴ്സായി, ഞാനപ്പോൾ 35 ഇയേഴ്സായിരുന്നു. അപ്പം ഡോക്ടേഴ്സിനെ പറഞ്ഞപ്പോൾ ഒരു എൽഡർലി ഗ്രാവിഡ എന്ന് പറയും, അതായത് വയസ്സായിട്ട് പ്രഗ്നൻ്റ് ആയ ഒരാളെ പോലെ. അപ്പോൾ ഞാൻ ഓരോ സ്കാനും ട്യൂസ്ഡേയിലേക്ക് ആക്കാൻ തുടങ്ങി. ട്യൂസ്ഡേ അച്ഛൻ്റെ ധ്യാനമുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സ്കാൻസ് ചെയ്യും. അതുപോലെ ഡോക്ടറിൻ്റെ റൂമിൽ കയറുന്നതിന് മുമ്പ്, സ്കാനിങ് റൂമിൽ കയറുന്നതിന് മുമ്പും ഗൈനക്കോളജിസ്റ്റിൻ്റെ റൂമിൽ കയറുന്നതിന് മുമ്പും ഞാൻ ഉടമ്പടി ഉപ്പ് നിലത്ത് വിതറുമായിരുന്നു. അങ്ങനെ എനിക്ക് എന്താണെന്നറിയില്ല, സ്കാനിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഡോക്ടർ പറയും കുഴപ്പമില്ല. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇത് കേൾക്കുമ്പം. പിന്നെ അതുപോലെ തന്നെ ജാനുവരി 23 മോർണിംഗിൽ ഞാൻ കുർബാനയും സമർപ്പിച്ചുകൊണ്ടാണ്, ഞാൻ മോൻ്റെ സിസേറിയനായിരുന്നു അതിനുവേണ്ടി പോകുന്നത്. അന്ന് ഞാൻ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അതൊരു വ്യാഴാഴ്ചയായിരുന്നു. മധുബഹ എല്ലാം പച്ച വിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ പച്ചത്തിരീനെ എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ എൻ്റെ സിസേറിയൻ 2:30-3 മണിക്ക് ഇടയ്ക്കായിരുന്നു. എനിക്കൊരു മോനെ തന്ന് ഈശോ അനുഗ്രഹിച്ചു. ഇവൻ ഉണ്ടായിട്ട് 1 മാസത്തിന് ശേഷം ഒരു പാരൻറ്റും ആഗ്രഹിക്കാത്തൊരു കാര്യം എനിക്കുണ്ടായി. ഇവൻ കരഞ്ഞിട്ട് ഇവനൊന്ന് ശ്വാസം പിടിച്ചു. യൂഷ്വലി ഇതിന് ബ്രത്ത് ഹോൾഡിംഗ് സ്പെൽ എന്ന് പറയും, ശ്വാസം പിടിച്ച് ബോധം പോവുക. യൂഷ്വലി കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുന്നത് 6 മന്ത്സിന് ശേഷമാണ്. ബിലോ 6 മന്ത്സ് വെരി റെയർ. സ്റ്റഡീസ് എല്ലാം വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അന്ന് ഞാൻ ആ സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ച് ഞാൻ ശരിക്കും പേടിച്ചു. എൻ്റെ സ്വന്തം കുഞ്ഞിന് ഞാൻ CPR കൊടുക്കേണ്ട വരുമോ എന്ന് പേടിച്ച് ഞാൻ മാതാവേ ഈശോ എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. ആ വിളിയിൽ എൻ്റെ മോൻ കരഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് അവൻ ഉണർവ് പോയെങ്കിലും പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വണ്ടിയിൽ അവൻ അബ്സല്യൂട്ട്ലി ഫൈൻ. ഞാൻ അന്ന് അഡ്മിറ്റ് പോലും ആയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവൻ എപ്പോഴും വോമിറ്റിംഗ് ഉണ്ടാവും, എപ്പോഴും ഛർദ്ദിക്കും. അപ്പോൾ എൻ്റെ മമ്മിയുടെ കസിൻസൊക്കെ വരുമ്പോഴും കുട്ടികളിങ്ങനെ ഛർദ്ദിക്കുമെന്ന് ചോദിച്ചു. അപ്പം നമ്മളും അതിനെ കാര്യമായിട്ട് എടുത്തില്ല, കുട്ടികൾക്ക് ഉണ്ടാവുന്ന റിഫ്ലെക്സ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ ഈ കഴിഞ്ഞ നവംബർ 2025 അവൻ വോമിറ്റ് ചെയ്തപ്പം ബ്ലഡാണ് വോമിറ്റ് ചെയ്തത്. അതും ഒത്തിരി ബ്ലഡ് വോമിറ്റ് ചെയ്തു. അതെനിക്ക് നന്നായി എന്നെ പേടിപ്പിച്ചു. പിന്നെ ഞാൻ മൈത്ര ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവനെ ട്യൂബ് ചെയ്തിട്ടാണ് സ്കോപ്പി ചെയ്യുന്നത്, OGD സ്കോപ്പി ചെയ്യുന്നത്. സ്കോപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, നല്ല ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്. സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങും ഡുവോഡനത്തിൻ്റെ ലൈനിങ്ങിലും എല്ലാം ഗ്യാസ്ട്രൈറ്റിസ് ആണ്. തൊട്ടപ്പം തന്നെ ബ്ലീഡ് ചെയ്തു. കുറച്ച് സമയമെടുത്തു. സാധാരണ മിനിറ്റ്സിനുള്ളിൽ തീരേണ്ട സ്കോപ്പി കുറച്ച് സമയമെടുത്തു. അപ്പോൾ എന്താണെന്നറിയില്ല, ബയോപ്സിക്ക് വിട്ടിട്ടുണ്ട്. ബയോപ്സിയുടെ വരട്ടെ. ബയോപ്സിയുടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ വിട്ടു. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്, ഞാനൊരു പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റാണ്. ഞങ്ങൾക്ക് ആർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡയഗ്നോസിസ്, അതായത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇതൊരു കൗസ് മിൽക്ക് അലർജിയാണോ, ഇതൊരു ഗ്ലൂട്ടൻ അലർജിയാണോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ക്രോണിക് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണവും അറിയില്ല. അപ്പം എനിക്ക് തോന്നി ഇത് ഞാൻ എൻ്റെ മാതാവ് തന്ന കുഞ്ഞിനെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ളൊരു സൈനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ മോനുമായിട്ട് വന്നത്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം,
ഇവന് ഇന്നലെ 1 വയസ്സ് തികഞ്ഞു. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഫസ്റ്റ് ഇയർ എപ്പോഴും എല്ലാവരും നന്നായി ആഘോഷിക്കാൻ പറയും. ഞാൻ ഇല്ല, ആഘോഷിക്കുന്നില്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഇവനെ എത്തിക്കണം, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇന്ന് വന്നത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ജോലിയുമായിട്ട് സംബന്ധിച്ചൊരു സാക്ഷ്യമാണ്. ഞാനൊരു പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ ഫെലോഷിപ്പ് കഴിഞ്ഞിട്ടുള്ളൊരു ഡോക്ടറാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ തിരിച്ച് ചെല്ലുമ്പോൾ, ഞാൻ കണ്ണൂർ ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്, കോപ്പറേറ്റ് ഹോസ്പിറ്റലിൽ. ഒരു 3 months 4 months ഒക്കെ കഴിഞ്ഞപ്പം അവർ കുറച്ചൊരു ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് ഡോക്ടറിന് കട്ട്സ് തരാം. അപ്പോൾ എനിക്കെന്തോ അത്ര കംഫർട്ടബിൾ അല്ലാത്ത പോലെ തോന്നി, ഒരു വർക്ക് സ്പേസ് അത്ര സുഖമില്ലാത്ത പോലെ തോന്നി. പക്ഷെ ഞാൻ മാതാവിനെ, ഞാൻ ഉടമ്പടി ജീവിതത്തിലാണല്ലോ, ഞാൻ ഇതിനായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മാതാവ് അതിനെ എന്നെ അനുഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ മാനേജ്മെൻറ്റേ മാറി, പുതിയൊരു മാനേജ്മെൻറ്റ് വന്നു. ആ മാനേജ്മെൻറ്റിൽ അവർക്ക് നമ്മളൊരു എസെൻഷ്യൽ പാർട്ടാണെന്ന് തോന്നുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ വളരെ കംഫർട്ടബിളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഡ്രൈവിങ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും മാതാവ് അനുഗ്രഹിച്ച് ഞാൻ നന്നായി ചെയ്യുന്നു. എൻ്റെ ഓരോ കുഞ്ഞുങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ഞാൻ തൈലമാണ് പുരട്ടുക ആദ്യം. കാരണം സയൻസിന് ബിയോണ്ടായിട്ടൊരു പവറുണ്ട്, അതാണ് നമ്മുടെ ഈശോനെ ഏൽപ്പിച്ചുകൊണ്ടാണ് എൻ്റെ 2 മക്കളെയും ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നത്. അവർ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാക്ഷി ഞാൻ അവസാനിപ്പിക്കുന്നു.